ശ്രീ പൊടിപ്പാറ, ഏതായാലും സാധാരണ ഇത്തരം വരുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നതാണ് അപേക്ഷ കൊടുക്കാൻ വൈകി, അത് അപേക്ഷ അവ്യക്തമാണ്, ചട്ടപ്രകാരമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വ്യക്തത കിട്ടാത്തതുണ്ട്, ഇങ്ങനെ കുറേ സെറ്റ് ചെയ്ത് വെക്കുന്ന ചില ഒബ്ജെക്ഷൻസ് ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാകുന്നൊരു കാര്യം, കേരളം കൊടുത്ത ഈ അപേക്ഷകളിലും ആവശ്യങ്ങളിലും ഒന്നും ആ നിലയിലുള്ള ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു കേസ് കേന്ദ്രത്തിനില്ല. കാരണം നവംബർ 13-ന് PDNA അപേക്ഷയും പ്രോജക്റ്റും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു തരത്തിലും കൊടുത്ത അപേക്ഷകളിൽ ഒരു തർക്കമില്ല. അതിലാകെ പറയുന്നത് നവംബർ 13-ന് കൊടുത്ത PDNAയുടെ കാര്യത്തിൽ മാത്രമാണ്. അപ്പോൾ ഒരു പോയിൻ്റ് അത്. അപ്പോൾ ഈ കാലതാമസം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നില്ലേ? ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഒരു കാര്യം പറയും. ഇപ്പോൾ സിക്കിമിൽ 2023 ഒക്ടോബറിലും അതുപോലെ ഉത്തരാഖണ്ഡിലും ജനുവരി 2023 ജനുവരിയിലും ഉത്തരാഖണ്ഡിലെ ജോഷിമഠിലും അതുപോലെ 2023 തന്നെ ജൂലൈയിൽ, അതായത് ഈ വർഷം ജൂലൈയിൽ ഹിമാചൽ പ്രദേശിലും ദുരന്തങ്ങളുണ്ടായി. പക്ഷേ അത് കഴിഞ്ഞ് ഈ PDNA തയ്യാറാക്കിയത് തന്നെ ദുരന്തം നടന്നിട്ട് 3 മാസങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ ഈ ദുരന്തം നടന്ന് 3 മാസങ്ങൾക്കുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ PDNAയും കൊടുത്തു. അതായത് ഫൈനൽ റിപ്പോർട്ടാണത്. ആ PDNA കൊടുക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തൊരു എഫേർട്ട് കൂടി കാണണ്ടേ? അത് ഏതാണ്ട് ഒരു 583 പേജുകളുള്ള വളരെ സമഗ്രമായ റിപ്പോർട്ടാണ്. അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളായി NDMAയിൽ നിന്നുള്ള അംഗങ്ങളുണ്ട്, കേരള സർക്കാരിൻ്റെ പ്രതിനിധികളായി KSDMAയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, മറ്റു വിദഗ്ധരുണ്ട്. ഇവരെല്ലാം ചേർന്ന സംഘമാണ് പഠന റിപ്പോർട്ട് തയ്യാറാണ്. നമ്മളൊക്കെ വാർത്തകളിൽ കണ്ടാണ് ഈ വിദഗ്ധ സംഘം അവിടെ പോയതും പരിശോധിച്ചു. അപ്പോൾ ഈ ദുരന്തത്തിൻ്റെ വസ്തുതാപരമായ പഠനങ്ങളുണ്ട്, ഡാറ്റ അനാലിസിസ് ഉണ്ട്, ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു പഠനം. കാരണം ഇത് ഭാവിയിൽ അവിടെ ഇവർ താമസിക്കുന്ന ടൗൺഷിപ്പും അല്ലെങ്കിൽ പുനരധിവാസവും സാധ്യമാണോ, അപകടകരമായ അവസ്ഥയുണ്ടോ, അതുപോലെ ആ ദുരന്തത്തിൻ്റെ ആഴം, വ്യാപ്തി, അതിൻ്റെ ഏരിയൽ ഷോട്ട്സ്, ആകാശ ദൃശ്യങ്ങൾ, ഇതെല്ലാം തയ്യാറാക്കിയാണ് ഞാൻ മുമ്പ് പറഞ്ഞ 583 പേജുള്ള. അപ്പോൾ ദുരന്തമുണ്ടായി മാസങ്ങൾക്ക് ശേഷം മറ്റ് സംസ്ഥാനങ്ങൾ അതിലേക്ക് കടക്കുമ്പോഴാണ് 3 മാസത്തിനുള്ളിൽ, ചട്ടം പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ നിന്നാണ്. അതും ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു വ്യവസ്ഥ ഈ രാജ്യത്തില്ല. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു, ശ്രീ പൊടിപ്പാറയ്ക്ക് അതറിയാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത കേരളത്തോട് കാലതാമസം എന്ന് വാദിച്ചാൽ ആ കേസും കേന്ദ്രത്തെ സംബന്ധിച്ച് നിലനിൽക്കില്ലല്ലോ. ഒപ്പം ഞാൻ അടുത്തൊരു വിഷയത്തിലേക്ക് കൂടി, സർ, വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം വിചിത്രമായ ഒരു 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 കൊള്ളപ്പലിശക്കാരൻ്റെ മനോഭാവത്തോടു കൂടിയാണോ കേന്ദ്രം കേരളത്തോട് പെരുമാറുന്നത്? അത് രാജ്യത്തിൻ്റെ മദർ പോർട്ടാണ് വിഴിഞ്ഞം. രാജ്യത്ത് ഇതുപോലെ പകരം വെക്കാനില്ലാത്ത ഒരു 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 എയർപോർട്ടാണ്. ഈ ട്രയൽ റൺ കാലത്ത് തന്നെ 50 കോടിക്കടുത്താണ് GST വരുമാനം കേന്ദ്രത്തിന് ലഭിച്ചിട്ടുള്ളത്. ശ്രീ പൊടിപ്പാറ. തീർച്ചയായിട്ടും ശരത്തെ, വിഴിഞ്ഞത്തെ കുറിച്ച് തന്നെ മറ്റു വിഷയങ്ങൾ നമുക്കറിയാം. അതായത് ഈ പറഞ്ഞ അവസാനം കൊടുത്ത റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ടും പുതുക്കിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച്, ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഈ പറഞ്ഞ ആ ഒരു എന്താ പറയാ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് റിപ്പോർട്ട് PDNA ഒക്കെ കൊടുത്തത് വൈകി എന്ന് കേന്ദ്രത്തിന് പറയാൻ പറ്റില്ല. മാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് അത് മാത്രം വെച്ചുകൊണ്ടാണോ ഒരു അടിയന്തര സഹായത്തിന് ഈ പറഞ്ഞ സാങ്കേതികത? അതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്, വെറും സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള വിഷയത്തിൽ നിന്ന് കേന്ദ്രം മാറി നിൽക്കുന്നു എന്ന് പറയുന്നത് തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു സമീപനമാണ്. അതായത് ആദ്യം തന്നെ 1200 കോടിയുടെ ഒരു സഹായ അഭ്യർത്ഥന നടത്തി. അതിൽ ഈ പറഞ്ഞ 290 കോടി രൂപയുടെ ഒരു സഹായം മാത്രമാണ് കിട്ടിയത്. അത് തന്നെ ചരടുകളുള്ള, ഉപാധികളുള്ള, എന്താ പറയാ, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി വിനിയോഗിക്കാൻ പറ്റാത്ത ഫണ്ടാണ്. അപ്പൊ നേരെ മറിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ പലർക്ക്, ഈ പറഞ്ഞ സിക്കിമിനും ഉത്തരാഖണ്ഡിനും അതുപോലെ തന്നെ ത്രിപുരയ്ക്കും ബീഹാറിനും ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കും ഒക്കെ കൊടുക്കുന്നത് വ്യത്യസ്തമായ ഫണ്ടാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ തമിഴ്നാടിന് പോലും 900 കോടിയുടെ ഒരു സഹായം ഈ പറഞ്ഞ രീതിയിൽ വളരെ പെട്ടെന്ന് കൊടുത്തു. അതും ദുരന്തം ഉണ്ടായിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ. കേരളത്തോട് എന്തുകൊണ്ട് ആ സമീപനം സ്വീകരിക്കുന്നില്ല? അതിന് എന്തൊക്കെ പറഞ്ഞാലും ശരി, വിഷ്ണുവോ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു CPM അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനൊന്നും അല്ല. പക്ഷേ സത്യം നമ്മൾ എന്താ പറയാ, യാഥാർത്ഥ്യം പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് കേരളത്തിലെ CPM-കാരെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. വയനാട്ടിലുള്ള മനുഷ്യർ ഇടതുപക്ഷക്കാരോ CPM-കാരോ CPI-കാരോ ഒന്നും അല്ല. അവിടെ BJP-ക്കാരും ഉണ്ട്, കോൺഗ്രസ്സുകാരും ഉണ്ട്, മറ്റെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അവരെല്ലാം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഏറ്റുവാങ്ങി ജീവശവങ്ങളായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടത്തിൽ കേവലം സാങ്കേതികത്വത്തിൽ അഭിരമിച്ച് ന്യായവാദങ്ങൾ മുന്നോട്ട് വെച്ച് ഈ അടിയന്തര ധനസഹായം നിഷേധിക്കുന്ന ഈ സമീപനത്തെ മിനിമം വാക്കുകളിൽ ക്രൂരത എന്നേ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനെ വിവേചനമെന്നോ ചിറ്റമ്മയെന്നോ, കേരളം 2ാം കുടിയിലെ ഒരു സംസ്ഥാനമാണോ? മറ്റുള്ളവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുമ്പോൾ കേരളത്തിന് എങ്ങനെ സഹായം തരാതിരിക്കാം എന്ന കാര്യത്തിൽ കേന്ദ്രം ഒരു ഗവേഷണം നടത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
കോടതിയിലൊക്കെ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. വേണ്ടത്ര ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് ഹൈക്കോടതിയിൽ പോയ ആൾക്ക് ഒരുപക്ഷെ അദ്ദേഹം പുതിയതായിട്ട് നിയമനം കിട്ടിയ ഒരാളാണെന്ന് പറയുന്നത്. 2 ആഴ്ചയെ അദ്ദേഹം തസ്തികയിൽ ആയിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ചില പരാധീനതകളുണ്ടാകും. പക്ഷെ ഇതൊന്നും അല്ലല്ലോ യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അതെ. ഇവിടെ ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. 500-ലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എത്രയോ കോടാനുകോടിയുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു. എല്ലാ ഉപാധികളും നഷ്ടപ്പെട്ടു. അവര് വാടക വീടുകളിൽ സർക്കാരിന്റെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. അവർക്ക് ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരണ്ടേ? അവരെ പുനരുദ്ധരിപ്പിക്കണ്ടേ? അതിന് ടൗൺഷിപ്പുകൾ ഉണ്ടാവണ്ടേ? ഈ 1,30,30,000 രൂപ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പ്രകാരം അവർക്ക് പണം കൊടുത്താൽ അവർക്കൊരു പുതിയ വീട് പണിയാൻ പറ്റുമോ? കേരളത്തിൽ സാധിക്കൂ? ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കെ ഈ 2200 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്ക് വളരെ കൃത്യമായി സമർപ്പിച്ചിട്ട് ദിവസങ്ങൾ അത് കിട്ടാൻ വൈകി. അതിൽ കുറഞ്ഞ സമയം കൊണ്ട് അത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുമോ? കാരണം കേന്ദ്രത്തിന്റെ വിദഗ്ധ സംഘവും കേരളത്തിന്റെ വിദഗ്ധ സംഘവും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അനാലിസിസും ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ സമാഹരിച്ച് ക്രോഡീകരിച്ച് വേണം ഇത് സമർപ്പിക്കാൻ. അത് റെക്കോർഡ് സമയത്തിനുള്ളിൽ 3 മാസത്തിനകം തന്നെ, നേരത്തെ ശരത് ചൂണ്ടിക്കാണിച്ചതുപോലെ മറ്റു സംസ്ഥാനങ്ങൾ അതിലൊക്കെ എത്രയോ കൂടുതൽ സമയമെടുത്ത് സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ കേരളം അത് കൃത്യസമയത്തിന് മുമ്പ് തന്നെ സമർപ്പിച്ചിട്ടും അതും പ്രശ്നമാണ്, അതും പോരാ എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ച് ഈ സഹായം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ത് രീതിയിലാണ് എനിക്ക് ഓക്കെ. മനസ്സിലാവുന്നില്ല. കാരണം കേരളം അങ്ങനെ അവഗണിക്കപ്പെടേണ്ട ഒരു സംസ്ഥാനമാണോ? അതോ കേരളം നേരിട്ട ദുരന്തം ഈ പറഞ്ഞ ചില ശ്രീ BJP ശ്രീ നേതാക്കളൊക്കെ പൊടിപ്പാറ, വാർഡുകളിൽ നടത്തും? താങ്കളുടെ കണക്ഷൻ ഇപ്പോൾ കട്ടാവാൻ ഒരു സാധ്യതയുണ്ട്. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. വിഴിഞ്ഞം അപ്പോഴും ബാക്കിയുണ്ട്.